ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ബനാന വെച്ചിട്ടുള്ള ഒരു ബ്രെഡാണ്. വൈകിട്ട് ചായക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇത് ഞാൻ ശർക്കരയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലോ ബട്ടറോ ഒന്ന് തടകിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ബട്ടർ പേപ്പറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് ബൗളിലേക്ക് 3 റോബസ്റ്റ പഴം ഒന്നിട്ട് കൊടുക്കണം. നല്ലതായിട്ട് പഴുത്ത പഴമായിരിക്കണം എടുക്കേണ്ടുന്നത്. ഇതിന്റെ വെയിറ്റ് 300 ഗ്രാം ഉണ്ട്. ഇനി ഇത് ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കരയും കൂടെ ഒന്നിട്ട് കൊടുക്കുക. ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയും പഴവും ഒരു വിസ്കർ ഉപയോഗിച്ച് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക. ശർക്കര നല്ലതായിട്ട് അലിഞ്ഞതിന് ശേഷം ഇനി 5 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ബട്ടറും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു മുട്ടയും കൂടി ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതെല്ലാം നല്ലതുപോലെ വിസ്കർ വെച്ച് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് 240 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിനെ 1-2 തവണ നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്ത മൈദ കുറേശ്ശെ ആ ബാറ്ററിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. മൈദ നല്ലതായിട്ട് ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു കട്ടിയുള്ള ബാറ്ററായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും കൂടെ നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി കുറച്ച് നട്ട്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവില് ബദാമാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി ഈ ബാറ്റർ ഗ്രീസ് ചെയ്ത് വെച്ച് ആ മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാനായിട്ട് നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇനി കേക്ക് ബാറ്ററിന്റെ മുകളിൽ ഭംഗിക്കായിട്ട് കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. സോക്ക് ചെയ്ത ബദാം തൊലി കളഞ്ഞതാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഞാനിത് OTG അവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 30 മിനിറ്റാണ് ഞാൻ ഇതിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റൗവിൽ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റൗവിലാണെങ്കിൽ 30 മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റും സിമ്പിളും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം ഒന്ന് അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.